ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവുന്നു. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അതുപോലെ കുറച്ച് ബാക്ക്ലോഗുകളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. വേദ ബാച്ചിലോട്ട് ചേർന്നാൽ പിന്നെ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സ്കൂളിലെ പോർഷൻസ് ഒക്കെ എവിടെ വരെയായി? ഞങ്ങളുടെ സ്കൂളിൽ ഫിസിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി ആയി, അതുപോലെ കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രി ആയി, പിന്നെ മാത്സ് മെട്രിസസ് ആയി, അതുപോലെ ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റ് ആയി കേട്ടോ. സെക്കൻഡ് യൂണിറ്റ് മെൻഡിങ് വോൾ വരെ കഴിഞ്ഞു. പിന്നെ ഹിന്ദി സെക്കൻഡ് ചാപ്റ്റർ ആയി, പിന്നെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ബയോളജി അല്ലേ, ബോട്ടണി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കഴിഞ്ഞു, സുവോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തും കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഈ മാസം ലാസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും അതിനു മുമ്പേ ഈ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. യൂണിറ്റ് ടെസ്റ്റ് ആണെങ്കിലും സാധാരണ പോലെ റെഗുലർ ക്ലാസ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതും പെൻഡിങ് വരും, ഇതും പെൻഡിങ് വരും. അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം തീർത്ത് വെക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഫ്രൈഡേ രാത്രി എടുത്ത വീഡിയോ ആണ്. ഏകദേശം 7 മണിയായപ്പോൾ ഞാൻ പഠിക്കാനിരുന്നു. ആദ്യം ഞാൻ എടുത്തത് വേദ ബാച്ചിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു റിവിഷനുമായി, അതുപോലെ തന്നെ നീറ്റിൻ്റെ ആ പോർഷൻസും ക്ലിയർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വേദയുടെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ചാപ്റ്ററിൻ്റെ തന്നെ ഒരു 10-12 വീഡിയോസൊക്കെ ഉണ്ട് നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ളത്. അല്ലാത്തതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സുമാണ് ഇന്നലെ നീറ്റിൻ്റേത് എടുത്തത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയിൽ +2ൻ്റെ ഗൈഡ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ +2ൻ്റെ ഇംഗ്ലീഷിൻ്റെ ഗൈഡ്. ഞാൻ കഴിഞ്ഞ വട്ടം +1 ഇതുപോലെ ഒരു ഗൈഡ് വാങ്ങിച്ചിരുന്നു. ബയോളജി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തത് മാത്സ് ആണ്. മാത്സ് മെട്രിക്സിൻ്റെ അത് എഴുതി പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് തലേന്ന് പഠിപ്പിക്കുന്നത് പിറ്റേന്ന് എഴുതി പഠിച്ചുകൊണ്ട് വരണം 2 വട്ടം. അങ്ങനെ എഴുതി പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എഴുതി പഠിക്കുന്നതിലൂടെ എഴുതി അങ്ങ് പഠിച്ചും പോവും. പിന്നെ ഞാൻ ഈ ഫോണിൽ നോക്കി എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നോട്ട്ബുക്കില്ല. ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് എൻ്റെ നോട്ട്ബുക്കില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരാൻ നേരം ഇതിൻ്റെ ഫോട്ടോ ഫോണിൽ എടുത്തുകൊണ്ടാണ് വന്നത്. എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് നോക്കി ആൻസർ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുകയാണ്. പിന്നെ ഇതുകൊണ്ട് ഏകദേശം ഒരു 9:45 വരെ ഇതൊക്കെ എഴുതി പഠിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുമായിരുന്നു. കാരണം അടുത്ത ദിവസം ചെല്ലുമ്പോൾ അതിൻ്റെ എക്സാം ഉണ്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെ എക്സാം ഉണ്ട്, ഹിന്ദിയുടെ എക്സാം ഉണ്ട്. ഇപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്നതോറും ടീച്ചേഴ്സ് എക്സാം അങ്ങ് ഇടുക. കാരണം അതങ്ങനെ പഠിച്ചങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് CE മാർക്ക് അതുപോലെ ഒക്കെ ഇടുന്നത് ഇതിൻ്റെ മാർക്കിൻ്റെ ഒക്കെ ബേസ് ചെയ്തും ഒക്കെ അസൈൻമെൻറ്റും ഒക്കെ ബേസ് ചെയ്തായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ചിട്ട് വരും. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ടും കഴിഞ്ഞ ആഴ്ചയാണ് ലാബ് തുടങ്ങിയത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച മാത്സ് ആയിരുന്നു ഫസ്റ്റ് ലാബ്. പിന്നെ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെ ലാബ് കഴിഞ്ഞു. എനിക്കൊന്ന് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ചെയ്യാൻ. മാത്സ് നമുക്ക് ജിയോജിബ്രയിൽ അതിൽ ഫങ്ഷൻസ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് ഗ്രാഫൊക്കെ കാണിക്കാനാണ് കൂടുതലായിട്ടും പഠിപ്പിച്ചത്. പക്ഷേ കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷനൊക്കെ ചെയ്യാൻ ഒഴിക്കുകയൊക്കെ ചെയ്യും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫിസിക്സിന് എനിക്ക് കിട്ടിയത് മൊമെൻറ്റ് ബാറാണ്. മൊമെൻറ്റ് ബാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. നമുക്കൊരു നീണ്ടൊരു സ്കെയിലുണ്ട്, അതിൻ്റെ നടുക്ക് ഒരു നൂല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇത് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ആ നൂല് അഡ്ജസ്റ്റ് ചെയ്യണം. ആ പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു അൺനോൺ മാസ് തൂക്കിയിടും. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഇപ്പം 50 ഗ്രാമോ 100 ഗ്രാമോ എത്രയാണെന്ന് വെച്ചാൽ വെയിറ്റ് നമ്മൾ അപ്പുറത്തെ സൈഡിലും തൂക്കിയിടും. എന്നിട്ട് നമ്മൾ ആ വെയിറ്റിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസും ആ മാസും ഒരേ ലെവലിൽ വരണം, സ്കെയിൽ കറക്റ്റായിട്ടിരിക്കണം ഒരുപോലെ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമാണെങ്കിലും നല്ല രസമാണ്, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.